ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനെതിരെ കേസ്. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി അലക്സിന്റെ പരാതിയിലാണ് നടപടി. 15 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. പണം വാങ്ങിയത് ബിൽഡറാണെന്നാണ് പോലീസ് പറയുന്നത്. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ്, അങ്ങനെയാണെങ്കിൽ ഷിബു ബേബി ജോണിനെതിരായ പരാതി നിലനിൽക്കാനിടയുണ്ടോ? പണം വാങ്ങിയത് ബിൽഡറാണെങ്കിൽ അഷ്മിയ, പരാതി നിലനിൽക്കില്ല. മാത്രമല്ല, കോടതിയിൽ ആ പരാതി ഉടൻ തന്നെ അത് പോഷ് ചെയ്ത് പോകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പണം നൽകിയിട്ടും ഫ്ളാറ്റ് കൈമാറിയില്ലെന്ന പരാതിയിലാണ് മുൻ മന്ത്രിയും RSP സംസ്ഥാന സെക്രട്ടറിയുമായ ഷിബു ബേബി ജോണിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. ഈ ഷിബു ബേബി ജോണിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ഒരു കുടുംബ ഭൂമി അത് ചാക്ക ഭാഗത്തുണ്ടായിരുന്നു. അവിടെ ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്നാണ് പരാതി. കുമാരപുരം സ്വദേശിയായ അലക്സ് ആണ് ആ പരാതിക്കാരൻ. സംഭവത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞാൽ, ഷിബു ബേബി ജോണിന്റെ കുടുംബവും ഒരു കെട്ടിട നിർമ്മാണ കമ്പനി, അവരുടെ ആൻഡ കൺസ്ട്രക്ഷൻസ് ആണ് അവരുടെ പേര്, അവരും തമ്മിൽ 2020 ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ഷിബു ബേബി ജോണിന്റെ ഭൂമിയിൽ ഈ കമ്പനി, അതായത് ഈ ഡെവലപ്പേഴ്സ് ഫ്ളാറ്റ് നിർമ്മിക്കാമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ഈ ധാരണ പ്രകാരം 2020 കുമാരപുരം സ്വദേശിയായിട്ടുള്ള അലക്സ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക്, ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിക്ക് പണം കൈമാറി എന്നുള്ളതാണ്. ആദ്യം സിവിൽ കേസാണെന്ന് ചൂണ്ടിക്കാട്ടി ഇയാളൊരു പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി പിന്നീട് ആദ്യം സിവിൽ കേസാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് പരാതി എഴുതി തള്ളി. എന്നാൽ പരാതിക്കാരൻ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയതോടുകൂടിയാണ് വീണ്ടും ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആൻഡ കൺസ്ട്രക്ഷൻ എന്ന നിർമ്മാണ കമ്പനിക്ക് 15 ലക്ഷം രൂപ പരാതിക്കാരൻ നൽകിയിട്ടുണ്ട്. ആൻഡ കമ്പനിയും ഷിബു ബേബി ജോണിന്റെ കുടുംബവും തമ്മിലാണ് ധാരണ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഷിബു ബേബി ജോൺ ഈ കാശ് നേരിട്ട് വാങ്ങിയെന്ന് പറയാൻ കഴിയില്ല. അതേസമയം 1 രൂപ പോലും താൻ വാങ്ങിയിട്ടില്ല എന്ന് ഷിബു ബേബി ജോൺ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിന്റെ ഭാവി, അതായത് ഷിബു ബേബി ജോണിനെതിരെയുള്ള ഭാവി, അത് കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല. കോടതിയിൽ തള്ളിപ്പോവുക തന്നെ ചെയ്യും. അഷ്മി, അല്ല, ഈ ഷഫീദ്, ഇത് പോലീസ് പരിശോധിക്കില്ലേ? ഒരു പരാതി വരുമ്പോൾ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് പരിശോധിച്ച് നിലനിൽക്കാത്ത കേസ് എടുത്തു കഴിഞ്ഞാൽ പോലീസ് തന്നെയാണല്ലോ നാണക്കേട്. അപ്പോൾ എന്നിട്ടും ആ കേസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അഷ്മി, ഇതിൽ ഷിബു ബേബി ജോണിന്റെ പേരിൽ മാത്രമല്ല കേസെടുത്തേക്കുന്നത്. ആൻഡ കൺസ്ട്രക്ഷൻ ആണ് 1ാം പ്രതി, 2ാം പ്രതിയാണ് ഷിബു ബേബി ജോൺ. കാരണം ഈ ഭൂമിയുടെ ഉടമ എന്ന രീതിയിലാണ് ഷിബു ബേബി ജോണിനെ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. ആദ്യഘട്ടത്തിൽ പോലീസ് ഈ കേസെടുക്കാനേ തയ്യാറായിരുന്നില്ല. പിന്നീട് പരാതിക്കാരൻ വീണ്ടും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയപ്പോൾ സാങ്കേതികമായി പ്രതി ചേർത്തു എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ പണമിടപാടിൽ ഷിബു ബേബി ജോൺ ഇല്ല എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. മാത്രമല്ല, അദ്ദേഹം പണം വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതിൽ ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ 2ാം പ്രതിയാക്കി കേസെടുത്തു. ഇദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളും ഈ കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്ന കാര്യം. അപ്പോ ഈ പറയുന്നത് പോലെ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് ഭൂമിയുടെ ഉടമ എന്ന നിലയിൽ പേര് ചേർത്തു. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടികൾ വരുമ്പോൾ നിയമപരമായിട്ടുള്ള ലയബിലിറ്റി ഉണ്ടാവില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ കേസിന്റെ ഈ ക്രൈം എന്ന് പറയുന്നത് ഈ പണം വാങ്ങി കബളിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ ഷിബു ബേബി ജോൺ പണം വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. മാത്രമല്ല, പോലീസ് അക്കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഷിബു ബേബി ജോണും കുടുംബാംഗങ്ങളും ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ കേസിൽ പ്രതി ചേർക്കും. പക്ഷേ അടുത്ത ഘട്ടത്തിൽ കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കേണ്ടി വരും. അതേസമയം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പരാതിക്കാരൻ നീങ്ങുന്നത് എന്നുള്ള ആക്ഷേപവും ഷിബു ബേബി ജോണിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ക്രിസ്റ്റീന, അതായത് ഷഫീദ്, ഈ ഭൂമി ഷിബു ബേബി ജോണിന്റെ കുടുംബക്കാരുടേതാണ്. അപ്പോൾ ഈ ആൻഡ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന അവരുടെ ഫ്ളാറ്റ് വെക്കാൻ ഇവരെ സമീപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആൻഡ കൺസ്ട്രക്ഷൻ ഷിബു ബേബി ജോണിന്റെ കുടുംബത്തിന് പണം കൊടുക്കണം, അവർക്ക് ഫ്ളാറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരൊറ്റ മിനിറ്റ്, ഷിബു ബേബി ജോൺ ഈ പറയുന്ന അലക്സ് എന്ന് പറയുന്ന ആളെ അറിയാവോ? ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ല, ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇത് കേസ് വന്നത് എങ്ങനെയാണ് എന്നാണ് താങ്കളുടെ ഒരു ധാരണ? ഷിബു ബേബി ജോൺ കേസ് ഇപ്പൊ വന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നതുകൊണ്ട് മാത്രമാണ് കേസ് വന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി, കുടുംബ പ്രോപ്പർട്ടി, ഞങ്ങളൊരു ജോയിന്റ് വെഞ്ചറിന് എറണാകുളത്തുള്ള ഒരു ആൻഡ ബിൽഡേഴ്സ് നൽകുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഫൗണ്ടേഷൻ ലെവൽ പോലും കടന്നു പോകാൻ പറ്റിയിട്ടില്ല. അവരും കരാറുകാരനുമായിട്ട് വഴക്കായി, അത് ലിറ്റിഗേഷനായി. എന്താണെന്നാലും ഞങ്ങൾ അവരെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതുമായി പോയി. ഈ വ്യക്തി, ഞാൻ മനസ്സിലാക്കുന്നത്, മാസങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഇത് സിവിൽ മാറ്റർ ആയതുകൊണ്ട് അത് FIR ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പോലീസ് തള്ളി. 2ാമത് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ വീണ്ടും പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നു. ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല, 1 രൂപ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് ഇന്നേ വരെ ഒരു ഡിമാൻഡ് അവർ റേസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഷിബു ജോൺ, ഇവിടെ ഈ ആൻഡ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കരാർ കമ്പനി നിങ്ങളുടെ കുടുംബത്തിന് പണം നൽകിയിട്ടുണ്ടോ ഈ സ്ഥലം കൊടുത്തപ്പോൾ?
ഞങ്ങൾ ആദ്യം ഈ ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റ് വെച്ച സമയത്ത് വാങ്ങിച്ച അഡ്വാൻസ് അല്ലാതെ ഒരു ഫ്ലാറ്റ് വിറ്റതുമായി ബന്ധപ്പെട്ട് 1 രൂപ ഞങ്ങൾ ആരും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടോ ഷിബു ബേബി ജോൺ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണ്. പക്ഷേ അതുകൊണ്ട് അവരെ ടെർമിനേറ്റ് ചെയ്ത് ബദൽ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പണം കൊടുത്തു എന്നൊക്കെ ഉള്ള ഒരു ആരോപണമാണ് ചീറ്റിംഗിന് ഇട്ടേക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് റേസ് ചെയ്യണമല്ലോ. ലാൻഡ് ഓണർ എന്നുള്ള നിലയിൽ നിങ്ങൾ പൈസ തരണം. അതൊന്നും ഉണ്ടായില്ല. ഈ സമയത്ത് വന്ന് ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് വളരെ ക്രൂരമായിട്ടുള്ളത്, എൻ്റെ അമ്മയൊക്കെ 94 വയസ്സുള്ള അമ്മ ഇന്നേ വരെ ജീവിതത്തിൽ ഒരാളെയും പറ്റിച്ചതായിട്ടൊരു പരാതിയില്ലാത്ത അമ്മയടക്കം പ്രതി ചേർത്തുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഷിബു ബേബി ജോൺ. 5 പൈസ വാങ്ങിയിട്ടില്ല, പരാതിക്കാരനെ നേർക്കുന്നത് അറിയില്ല, മാത്രമല്ല ആ പരാതിക്കാരനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുകൂടി പറയുകയാണ് ഷിബു ബേബി ജോൺ. എന്തായാലും ആ കേസ് ആ അർത്ഥത്തിൽ നിലനിൽക്കില്ല. അതേസമയം തന്നെ ഈ ആൻഡ കൺസ്ട്രക്ഷനെതിരെ നിയമ നടപടികൾ തുടരണം. കാര്യം പണം വാങ്ങിയെങ്കിൽ ഫ്ലാറ്റ് വെച്ച് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പണം തിരിച്ചു കൊടുക്കണം. അതുണ്ടായിട്ടില്ല എന്നതാണ് പറയുന്നത്. അത് ഷിബു ബേബി ജോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് കേസ് നിലനിൽക്കാത്ത സാഹചര്യം എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.